തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തുടർ ഭരണത്തിനായി സകല അടവുകളും പയറ്റുകയാണ് പിണറായി വിജയനും സംഘവും. അതിലൊന്നാണ് പൊതുഖജനാവിൽ നിന്ന് 3 കോടി രൂപ മുടക്കി KSRTC ബസ്സുകളുടെ 3 വശങ്ങളിലും പച്ചക്കള്ളങ്ങൾ പിണറായി വിജയന്റെ ചിത്രത്തോടൊപ്പം പതിക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ 10 വർഷങ്ങൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, വർഗീയ കലാപമില്ലാത്ത 10 വർഷങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പരസ്യവാചകങ്ങൾ. അതിൽ സ്ത്രീ സുരക്ഷയുടെ 10 വർഷങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. 2017 ജനുവരി 13 മാർച്ച് 4 ഇടയിലാണ് വാളയാറിൽ 13ഉം 9ഉം വയസ്സുള്ള 2 ദളിത് സഹോദരിമാരെ പീഡനത്തിനിരയായി കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടത്. ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കാൽനടയായി എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. നീതി കിട്ടാത്തതുകൊണ്ടും പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചും പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി ആ പെൺകുട്ടികളുടെ അമ്മ ഭാഗ്യവതി 2021 തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചു. 2016 കേരളത്തിലെ ജനങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. 2018 മാർച്ച് 14 ചികിത്സയ്ക്കായി എത്തിയ ലാത്വിയൻ യുവതി കൂട്ടബലാത്സംഗത്തിനിരയായി കോവളത്ത് കൊല്ലപ്പെടുന്നത്. ദിവസങ്ങൾക്കു ശേഷമാണ് അഴുകിയ നിലയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പരാതിയുമായെത്തിയ യുവതിയുടെ സഹോദരിയോട് അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മോശമായി പെരുമാറിയെന്ന് ആ യുവതി പറഞ്ഞതായി മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. 2022 നവംബറിൽ കൊച്ചിയിൽ ഓടുന്ന കാറിൽ 19കാരിയായ ഒരു മോഡൽ ബലാത്സംഗത്തിനിരയായി. അതിനുശേഷം CPMകാരിയായ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: സംസ്ഥാനത്ത് സ്ത്രീകൾ അരക്ഷിതരാണ്. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തണം. നഗരപ്രദേശങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകൾ അവരുടെ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കുകയും അവർ എവിടെ പോയാലും സഞ്ചാര സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും വേണം. ഇത് പാർട്ടിക്കാരി കൂടിയായ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞതാണ്. അതായത് പിണറായി വിജയന്റെ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന്. കേരളം സുരക്ഷിതമല്ല. 6 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഞാൻ ഈ നാട് വിട്ടു പോകുകയാണ്. തലസ്ഥാനത്ത് പാറ്റൂർ മൂലവിളാകം ജംഗ്ഷനിൽ ആക്രമിക്കപ്പെട്ട ഒരു വീട്ടമ്മയുടെ വാക്കുകളാണിത്. മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിലെത്തിയപ്പോഴാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പക്ഷേ നടപടിയുണ്ടായില്ല. ഈ അനുഭവമാണ് താൻ കേരളം വിടുന്നു എന്ന് പറയാൻ ആ വീട്ടമ്മയെ നിർബന്ധിതയാക്കിയത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കേരളത്തിൽ മ്യൂസിയം വളപ്പിൽ പ്രഭാത സവാരിക്കെത്തിയ വനിതാ ഡോക്ടറെ ആക്രമിച്ച സംഭവമുണ്ടായി. വഞ്ചിയൂരിൽ പ്രഭാത സവാരിക്കിടയിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമമുണ്ടായി. കവടിയാർ പണ്ഡിറ്റ് കോളനിയിൽ സിവിൽ സർവീസ് വിദ്യാർത്ഥിനികൾക്കു നേരെ അതിക്രമമുണ്ടായി. മകനെ ട്യൂഷൻ സെന്ററിലാക്കിയിട്ട് വരുന്ന വഴി ഒരു വീട്ടമ്മയ്ക്കെതിരെ ലൈംഗികാതിക്രമമുണ്ടായി. കനകക്കുന്നിൽ സാഹിത്യോത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവതിക്കു നേരെ ലൈംഗികാതിക്രമമുണ്ടായി. 2020 സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം 12,659 ആയിരുന്നു സംസ്ഥാനത്ത്. എന്നാൽ 2021 ആയപ്പോഴേക്കും അത് 16,199 വർദ്ധിച്ചു. 2022 അത് 18,943 ഉയർന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കഴിയുകയായിരുന്ന സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട മനസാക്ഷിയില്ലാത്ത സംഭവമുണ്ടായതും പിണറായി വിജയന്റെ ഭരണകാലത്ത് കേരളത്തിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിലാണ് അറ്റൻഡർ സ്ത്രീയെ പീഡിപ്പിച്ചത്. പ്രതി CPM അനുകൂല സംഘടനയുടെ പ്രവർത്തകൻ. അയാളെ രക്ഷിച്ചതും പിണറായി സർക്കാർ തന്നെയാണ്. അത്യാസന്ന നിലയിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ രോഗി പീഡിപ്പിക്കപ്പെട്ടത് ആംബുലൻസിൽ വെച്ചായിരുന്നു. പ്രതി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഇലക്ട്രീഷ്യൻ. കേട്ടുകേൾവി പോലുമില്ലാത്ത പിഴവുകളാണ് ആരോഗ്യമേഖലയിൽ ഉണ്ടായത്. കോഴിക്കോട് പന്തീരാങ്കാവ് മനക്കടവ് സ്വദേശിനിയായ KK ഹർഷിത എന്ന യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കത്രിക വെച്ച് തുന്നിക്കെട്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 നഴ്സുമാരും 2 ഡോക്ടർമാരുമാണ് പ്രതികൾ എന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ ഈ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് തള്ളി. ഹർഷിനയ്ക്ക് നഷ്ടപരിഹാരമായി കൊടുത്തത് വെറും 2 ലക്ഷം രൂപ. മതിയായ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ താൻ സമരം തുടങ്ങുമെന്ന് ഹർഷിന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ 4 വയസ്സുകാരിയായ മകൾ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് ആലുവയിൽ. തൻ്റെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വന്ന SFI പ്രവർത്തകൻ കൂടിയായിരുന്ന ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ നടു റോഡിലിട്ട് വലിച്ചിഴച്ചു പിണറായി പോലീസ്. കൊല്ലത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അനീഷിയയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയായതും CPM സഹയാത്രികനായ സഹപ്രവർത്തകൻ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അർജുൻ DYFIയുടെ പ്രാദേശിക നേതാവ്. ഇയാളെ പിന്നീട് കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷന്റെ സ്ഥാനത്ത് സർക്കാരിൻ്റെ ആൾ. പീഡനക്കേസ് പിൻവലിക്കാൻ അതിജീവിതയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയത് സർക്കാർ നിയമിച്ച
പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ. ഇയാൾക്കെതിരെ പിന്നീട് പോലീസ് കേസെടുത്തു. CPM നേതാവിൻ്റെ കുടുംബത്തിൻ്റെ ദുരഭിമാനം സംരക്ഷിക്കുന്ന ബാധ്യതയും പിണറായി സർക്കാർ ഏറ്റെടുക്കുന്ന കാഴ്ച പേരൂർക്കടയിലെ അനുപമയുടെ കാര്യത്തിൽ കേരളം കണ്ടു. സഖാവ് MM ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്ന എറണാകുളം ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസിനെ സഖാത്തികൾ അസഫ്യം വിളിക്കുന്നതിനും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും കേരളം സാക്ഷ്യം വഹിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അതിക്രൂരമായും നിന്ദ്യമായും അപമാനിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടത് സൈബർ സഖാക്കളാണ്. നിയമസഭയിൽ വെച്ച KK രമ MLAയെ വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്ത സംഭവം നിയമസഭയ്ക്കുള്ളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നതിൻ്റെ തെളിവായി. കളമശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ നടത്തിയ KSU യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ KSU ജില്ലാ ജനറൽ സെക്രട്ടറി മിവ ജോളിയെ നേരിട്ടത് പുരുഷ പോലീസുകാരായിരുന്നു. SFI നേതാവിൻ്റെ വ്യാജ മാർക്ക് ലിസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. ഇടതുപക്ഷ സഹയാത്രികനാണ് എഴുത്തുകാരനായ T പത്മനാഭൻ. അവരുടെ തലമുടി ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് പോലീസുകാർ മുകളിലേക്കും വശങ്ങളിലേക്കും വലിക്കുന്നു, വസ്ത്രങ്ങൾ കീറുന്നു. ഓർത്തുപോയത് പാഞ്ചാലിയെ അപമാനിക്കുന്ന രംഗം. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. 2024 ജനുവരി 13 കണ്ണൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിൽ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പിണറായിയുടെ പോലീസ് നടത്തിയ കൊടിയ മർദ്ദനമാണ് ഇടതുപക്ഷ സഹയാത്രികനായ T പത്മനാഭനെ സർക്കാരിൻ്റെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ രംഗത്തു വരാൻ പ്രേരിപ്പിച്ചത്. 2021 നവംബർ 23 ആലുവയിൽ മോഫിയ പർവീൺ ദിൽഷാദ് എന്നൊരു യുവതി ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനം കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നും ഇതു സംബന്ധിച്ച പരാതി ആലുവ ഈസ്റ്റ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും CI CL സുധീർ നടപടിയെടുത്തില്ലെന്നും പർവീണിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള 4 വർഷങ്ങൾക്കിടയിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് 13,678 കേസുകളാണ്. പത്തനംതിട്ട ഇലന്തൂരിൽ 2 സ്ത്രീകളെ കൊലപ്പെടുത്തി നരബലി നടത്തിയതും പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. കേരളത്തിലെ മനസാക്ഷിയുള്ളവരുടെ കണ്ണ് നനയിച്ച സമരമായിരുന്നു മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തിയ സമരം. വേതന വർധനമായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. കണ്ട ഭാവം നടിച്ചില്ല സർക്കാർ. സമരം തുടങ്ങി 38 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സമരക്കാരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചത്. എന്തുമാത്രം അവരെ ദ്രോഹിച്ചു. മഴ നനയാതിരിക്കാനായി വലിച്ചുകെട്ടിയിരുന്ന ടാർപോളിൻ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലീസ് അഴിച്ചുമാറ്റി. മൈക്ക് തട്ടിപ്പറിച്ചു. അങ്ങനെ എന്തെല്ലാം. വനിതാ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ ദിവസങ്ങളോളം സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. നടപ്പാതയിൽ നീന്തിയും കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചും പട്ടിണി കിടന്നുമൊക്കെ അവർ സമരം ചെയ്തു. സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. വേദിയിലിരിക്കുന്ന തൻ്റെ അടുത്തേക്ക് എന്തോ പറയാനായി വന്ന സ്ത്രീയെ പിണറായി വിജയൻ ആട്ടിയോടിക്കുന്നതും നമ്മൾ കണ്ടു. കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ നിയന്ത്രണം നിലനിൽക്കുമ്പോൾ തന്നെ അപായപ്പെടുത്താൻ കൊണ്ടുപോയ കാര്യം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിലും അവരുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, കേരള ബാങ്ക് ചെയർമാനായ ഗോപി കോട്ടമുറിക്കൽ, ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ കമൽ, ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ഇടതുപക്ഷ സഹയാത്രികനുമായ രഞ്ജിത്ത്, മുൻ MLAയും ഇടതുപക്ഷക്കാരനുമായ PT കുഞ്ഞുമുഹമ്മദ്, കൊല്ലം MLA മുകേഷ്, ഷൊർണൂർ മുൻ MLAയും മുൻ KTDC ചെയർമാനുമായ PK ശശി, മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, ദേശീയ സെക്രട്ടറി MA ബേബി, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, വനം മന്ത്രി AK ശശീന്ദ്രൻ, ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇങ്ങനെ പോകുന്നു ഇടതുപക്ഷത്തിലെ സ്ത്രീ പീഡകരുടെയും ഗാർഹിക പീഡകരുടെയും ലൈംഗികാരോപണം നേരിട്ടവരുടെയും പട്ടിക. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ കൺമുന്നിൽ ഉള്ളപ്പോഴാണ് പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി പച്ചക്കള്ളങ്ങൾ വിളംബരം ചെയ്യുന്നത്. രാജാവ് നഗ്നനാണെന്ന് മാത്രമല്ല, അരയിൽ ഒരു കറുത്ത ചരട് പോലുമില്ല. ഇത് ഇനിയും ഉറക്കെ വിളിച്ചു പറയുക തന്നെ ചെയ്യും.